മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ന് വായനാ ദിനം. ദിശാബോധവും അറിവുമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കാൻ സർക്കാർ ഒപ്പമുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേർനാകുന്നിൽ. ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച വീട് വാങ്ങി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടത്താൻ പഞ്ചായത്ത് കമ്മിറ്റി. നടപടി അന്വേഷണം ഊർജിതമാക്കിയതിനു പിന്നാലെ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ പനംകൊട്ടിയിൽ ചിന്നാർ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ സമീപത്തുള്ള കുടുംബങ്ങളുടെ ഭൂമി കൂടി വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം. കാലവർഷം ശക്തമായതോടെ മഴയ്ക്കൊപ്പം ഹൈറേഞ്ചിൽ കനത്ത മൂടൽ മഞ്ഞും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ പോലും കഴിയില്ല. വിശദമായ വാർത്തകളിലേക്ക്. ദിശാബോധവും അറിവുമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കാൻ സർക്കാർ ഒപ്പമുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേർനാകുന്നിൽ. പൈനാവ് MRS സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അധ്യാപകരെ പോലെ പുസ്തകങ്ങളെന്നും വിദ്യാഭ്യാസ കാലത്തു തന്നെ വായനയൊരു ശീലമാക്കിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ഭരണകൂടം, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, PN പണിക്കർ ഫൗണ്ടേഷൻ, സാക്ഷരതാ മിഷൻ ജില്ലാ ഓഫീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചത്. അറിവ് പകരുന്ന നല്ല പുസ്തകങ്ങൾ വായിച്ച് നല്ല പൗരന്മാരായി തീരണം. വായന നല്ല മനുഷ്യനെ രൂപപ്പെടുത്തുമെന്നും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേർനാകുന്നേൽ പറഞ്ഞു. വായന എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുസ്തകം എന്ന് പറഞ്ഞാൽ ഗുരുതുല്യമാണ്. ഓരോ പുസ്തകവും
ഓരോ ഗുരുക്കളാണ്. അന്ധത അല്ലെങ്കിൽ അന്ധത മാറ്റുന്നവ എന്ന് പറഞ്ഞാൽ ഗുരുവെന്നാണ്. അതായത് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ് ഗുരുക്കന്മാർ, അല്ലേ? PN പണിക്കർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോയി കാട്ടുവള്ളി വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വായനാദിനത്തോടനുബന്ധിച്ച് നടത്തിയ ലഹരി ബോധവൽക്കരണ ക്ലാസ് ഫാദർ ഡോക്ടർ മനോജ് നയിച്ചു. വായനാദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാഹിത്യ ക്വിസ് മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ അർച്ചന S, അശ്വിൻ രമേശ്, സജിത M എന്നിവർക്ക് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിഷ്ണു ബിജു, അപർണ G, സാന്ദ്ര സജി എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ PN പണിക്കരുടെ ചരമവാർഷിക ദിനമായ ജൂൺ 19 മുതൽ IV ദാസ് അനുസ്മരണ ദിനമായ ജൂലൈ 7 വരെയാണ് വായനാ പക്ഷാചരണം നടത്തുക. സിറ്റി വിഷൻ, ഇടുക്കി. കോട്ടാർ SNLP സ്കൂളിലെ വായനാ വാരത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ക്ലാസ് തലത്തിൽ ഒട്ടേറെ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടികളുടെ ഉദ്ഘാടനം സ്കൂളിൽ നടന്നു. മുൻ PTA പ്രസിഡന്റ് ജിജു ES ഉദ്ഘാടനം നിർവഹിച്ചു. ഇഷ്ടമുള്ള കവിതയാവാം ഈ ചിത്രത്തിന് അടിസ്ഥാനമാക്കി. കവിത, കഥ, സംഭാഷണം, വിവരണം, അങ്ങനെ ഓരോ കുട്ടിയും അവർക്ക് പറ്റുന്ന പോലെ എഴുതിയിട്ടുണ്ട്. 1ാം ക്ലാസ്സിൽ വായനോത്സവം പരിപാടിയുടെ ഉദ്ഘാടന പരിപാടി നടന്നപ്പോൾ 2ാം ക്ലാസ്സിൽ രചനോത്സവ പരിപാടികളുടെ ഉദ്ഘാടനമാണ് നടന്നത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇത് രണ്ടും. 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും വായനാക്കുറിപ്പ് തയ്യാറാക്കുന്ന പ്രവർത്തനമാണ് നടന്നത്. ഇതും 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന തുടർ പ്രവർത്തനമാണ്. ഇതിന്റെ ഭാഗമായി കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൊടുത്തുവിടുകയും വായനാക്കുറിപ്പുകൾ തയ്യാറാക്കി സ്കൂളിൽ എത്തിക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ LKG UKG ക്ലാസ്സുകളിലെ കുട്ടികൾ അക്ഷരമരം തയ്യാറാക്കി. സ്കൂളിൽ പൊതുവായി നടന്ന മറ്റൊരു പ്രവർത്തനമാണ് പുസ്തകത്തൊട്ടിൽ എന്ന പരിപാടി. അധ്യാപകരും പൊതുജനങ്ങളും കുട്ടികളുമൊക്കെ പുസ്തകം നിക്ഷേപിക്കുകയും ഇത് മറ്റു കുട്ടികൾക്ക് വായിക്കാനുള്ള അവസരമുണ്ടാക്കുകയും ചെയ്യുമെന്ന് HM അനില S മോഹനൻ പറഞ്ഞു. പരിപാടികളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം മുൻ PTA പ്രസിഡന്റ് ജിജു ES നിർവഹിച്ചു. എല്ലാ കുട്ടികളെയും മികച്ച വായനക്കാരാക്കുക എന്ന ഉദ്ദേശത്തിലാണ് സ്കൂളിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്കൂളിൽ ആകാശവാണി എന്ന സംവിധാനം വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സ്കൂളിൽ വിവിധ പത്രങ്ങൾ ലഭ്യമാക്കുകയും ഇത് കുട്ടികൾക്ക് കൊടുത്തുവിടുകയും അത് അടുത്ത ദിവസം ക്ലാസ്സിൽ വായിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഉപ്പുതര പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച വീട് വാങ്ങി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടത്താൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം. ഇന്റേണൽ വിജിലൻസ് വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയതോടെ ചൊവ്വാഴ്ച ചേർന്ന അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റിയാണ് റവന്യൂ റിക്കവറി നടത്താൻ തീരുമാനമെടുത്തത്. ഏക്കർ കണക്കിന് പട്ടയഭൂമിയുള്ളവർ, 2ഉം 3ഉം വാഹനങ്ങളും വാസയോഗ്യമായ വീടുമുള്ളവർ, ലൈഫ് പദ്ധതിയിൽ പണിത വീട് 1 വർഷം തികയും മുൻപ് 3 ഇരട്ടി വിലയ്ക്ക് വിറ്റവർ തുടങ്ങി വ്യാപകമായ ക്രമക്കേട് ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ നടന്നത്. LDF നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് സർക്കാർ പണം ദുരുപയോഗം ചെയ്തത്. വാസയോഗ്യമായ വീട് വയ്ക്കാൻ സ്വന്തമായി പണമില്ലാത്ത 100 കണക്കിന് പാവങ്ങൾ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരായവർ ഗുണഭോക്തൃ പട്ടികയിൽ കടന്നുകൂടിയത്. 1ാം ഗഡു വാങ്ങിയ ശേഷം ഒരു പണിയും ചെയ്യാതെ 2ഉം 3ഉം 4ഉം ഗഡു കൈപ്പറ്റിയ നിരവധി പേരുണ്ട്. പഴയ വീട് അറ്റകുറ്റപ്പണി നടത്തി പണം തട്ടിയവരും, മറ്റുള്ളവരുടെ വീടിന്റെ ഫോട്ടോ നൽകി പണം വാങ്ങിയവരും, പട്ടയഭൂമിയുടെ രേഖ നൽകി ഉപേക്ഷിക്കപ്പെട്ട എസ്റ്റേറ്റ് ഭൂമിയിൽ വീട് വെച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇതിന് അവസരമുണ്ടാക്കിയതിൽ അന്നത്തെ ഉദ്യോഗസ്ഥർക്കും വാർഡ് മെമ്പർക്കും നിർണായക പങ്കുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെ 27 പേർക്കെതിരെ റവന്യൂ റിക്കവറി നടത്തി സർക്കാരിന് നഷ്ടമായ തുക തിരിച്ചുപിടിക്കാനാണ് തീരുമാനം. അടിയന്തര നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ കമ്മിറ്റി ചുമതലപ്പെടുത്തി. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ ബിസിനസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനധികൃതമായിട്ട് ഭൂമി അധികമുള്ള ആളുകളും ലൈഫ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ വീടിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഒരു വീടിന് 4 ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതിയിൽ 25,000 രൂപയുടെ തൊഴിൽ ദിനങ്ങളുമാണ് സർക്കാർ സഹായം നൽകുന്നത്. ക്രമക്കേടിലൂടെ ഇതുവരെയുള്ള കണക്ക് പ്രകാരം സർക്കാരിന് 1,14,75,000 രൂപ നഷ്ടമായിട്ടുണ്ട്.
ഈ തുക 18% പലിശയോടെ തിരിച്ചുപിടിക്കാനാണ് വിജിലൻസ് തീരുമാനം. വിശദമായ അന്വേഷണം നടത്താനാണ് ഇന്റേണൽ വിജിലൻസ് വിഭാഗത്തിന്റെ തീരുമാനം. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒരു CPM അംഗവും പ്രതിപക്ഷ നേതാവും പങ്കെടുത്തില്ല. ലൈഫിൽ പണിത വീട് ഉപയോഗിക്കാത്തവർ, വാടകയ്ക്ക് നൽകിയവർ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കാനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് അറിയിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ പനംകുട്ടിയിൽ ചിന്നാർ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മാണ ജോലികൾ നടക്കുന്ന ഭാഗത്തെ ഏതാനും കുടുംബങ്ങളുടെ ഭൂമി കൂടി വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന ആവശ്യത്തിന് ശക്തിയാർജിക്കുന്നു. വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രദേശത്തെ 11ഓളം കുടുംബങ്ങൾ ഹൈക്കോടതിയിൽ പരാതി സമർപ്പിച്ചിരുന്നു. കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് IIT-യിൽ നിന്നുള്ള സംഘം ഇന്ന് പ്രദേശത്ത് സന്ദർശനം നടത്തി. റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്ന് സന്ദർശന സംഘം അറിയിച്ചു. പനംകുട്ടിയിൽ മുതിരപ്പുഴയാറിനോട് ചേർന്നാണ് ചിന്നാർ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മാണ ജോലികൾ നടന്നുവരുന്നത്. പെൻസ്റ്റോക്ക് സ്ഥാപിക്കാനുള്ള നടപടികളും പവർ ഹൗസിന്റെ നിർമ്മാണ ജോലികളും പുരോഗമിക്കുന്നുണ്ട്. വലിയ ചെരിവുള്ള പ്രദേശത്താണ് നിർമ്മാണ ജോലികൾ നടക്കുന്നത്. ഈ ഭാഗത്ത് മണ്ണിന് കാര്യമായ ഉറപ്പില്ലെന്നും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുവെന്നുമാണ് കുടുംബങ്ങളുടെ വാദം. ഇക്കാരണം കൊണ്ട് തന്നെ നിർമ്മാണ ജോലികൾ നടക്കുന്നതിന് സമീപം ഇടിച്ചിൽ ഭീഷണി നേരിടുന്ന ഭാഗത്തെ കുടുംബങ്ങളുടെ ഭൂമി കൂടി വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. ഈ പറമ്പിന് തൊട്ടുമേലെയുള്ള ഭാഗത്ത് 2 വർഷമായിട്ട് നിരന്തരം നടത്തുന്ന ബ്ലാസ്റ്റിംഗ്, അത് ഈ മണ്ണിനെ അതേ പാറയുടെ ഇതിൽ നിന്ന് വിടിയിച്ച് നിർത്തുകയും ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മണ്ണെല്ലാം ഊർന്നു പോരുകയും ചെയ്യും. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തെ 11ഓളം കുടുംബങ്ങൾ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ ഭരണകൂടത്തിനടക്കം വിവിധയിടങ്ങളിൽ പരാതികൾ സമർപ്പിച്ചിരുന്നു. വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും കുടുംബങ്ങൾ സമീപിച്ചിരുന്നു. കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് IIT-യിൽ നിന്നുള്ള സംഘം ഇന്ന് പ്രദേശത്ത് സന്ദർശനം നടത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിലടക്കം സംഘം സന്ദർശിച്ചു. റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്ന് സന്ദർശന സംഘം അറിയിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് തുടർ ജീവിതം സാധ്യമല്ലെന്നാണ് പരാതി ഉന്നയിക്കുന്ന കുടുംബങ്ങളുടെ വാദം. സിറ്റി വിഷൻ, കല്ലാർകുട്ടി. അപകടാവസ്ഥയിലായതിനെ തുടർന്ന് മുറിച്ചുമാറ്റിയ കൂറ്റൻമരത്തിന്റെ ഭാഗങ്ങൾ റോഡരികിൽ നിന്നും നീക്കം ചെയ്യാതെ കരാറുകാരൻ. 1 വർഷം മുമ്പ് മുണ്ടിയരിമ ടൗണിൽ നിന്നും മുറിച്ച മരത്തിന്റെ ഭാഗങ്ങളാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയായി റോഡരികിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജില്ലയിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിലാണ് ഈ മരങ്ങൾ കൂട്ടിയിരിക്കുന്നത്. രാവിലെയും വൈകിട്ടും 100 കണക്കിന് കുട്ടികൾ ഇവിടെ കൂട്ടം കൂടി നിൽക്കാറുള്ളതാണ്. ഈ സമയങ്ങളിൽ വാഹനങ്ങൾ എത്തുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ്. റോഡിലേക്ക് ഇറക്കിയാണ് മരത്തടികൾ നിക്ഷേപിച്ചിട്ടുള്ളത്. മരം മുറിച്ചു മാറ്റുമ്പോൾ അത് കരാറുകാരന്റെ ഉത്തരവാദിത്വത്തിൽ സൂക്ഷിക്കുവാനായിരുന്നു തഹസിൽദാർ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ മരം മുറിച്ചു മാറ്റിയ ശേഷം അത് റോഡരികിൽ ഉപേക്ഷിക്കുകയാണ് കരാറുകാരൻ ചെയ്തത്. അടിയന്തരമായി മരങ്ങൾ മാറ്റി അപകട സാഹചര്യം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. രാവിലെ ഒരു 9 മണിക്കും 10 മണിക്കും ഇടയിൽ ധാരാളം സ്കൂൾ ബസ്സുകളും അല്ലാത്ത വണ്ടികളും വന്നു പോകുന്ന ഇവിടെ ഇതൊരു വലിയ വിഷയം തന്നെ. ഇത് മാറ്റിയില്ല എങ്കിൽ അടിയന്തരമായ മറ്റു നടപടികളിലേക്ക് പോകേണ്ടതായിട്ട് വരുമെന്ന് അധികൃതരെ ഈ അവസരത്തിൽ അറിയിക്കുക. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രവും പാമ്പാടുംപാറ വില്ലേജ് ഓഫീസ്, മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ട്രസ്റ്റ് ഗ്രൗണ്ടും ട്രഷറിയും ഒക്കെയുള്ളത്. ഗതാഗതക്കുരുക്കുണ്ടാകുന്ന ഭാഗത്തെ തടസ്സം നീക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുമെന്നാണ് നാട്ടുകാർ നൽകുന്ന മുന്നറിയിപ്പ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടിമാലി അമ്പലപ്പടിക്ക് സമീപം നടപ്പുവഴി ശക്തമായ മഴയിൽ ഒലിച്ചു പോയതോടെ സഞ്ചാരമാർഗമില്ലാതെ വലയുകയാണ് ഏതാനും കുടുംബങ്ങൾ. പാത ഒലിച്ചുപോയി കല്ലുകൾ വന്നടിഞ്ഞ വലിയ തോടായി മാറിയതോടെയാണ് കുടുംബങ്ങൾ യാത്രയ്ക്കായി ക്ലേശം അനുഭവിക്കുന്നത്. പഞ്ചായത്ത് ഈ വഴി കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും നിർമ്മാണം നടക്കാതെ വന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് കുടുംബങ്ങൾ ആരോപിക്കുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് അമ്പലപ്പടിക്ക് സമീപം താമസിക്കുന്ന 4ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന നടപ്പുവഴിയാണ് ശക്തമായ മഴയിൽ ഒലിച്ചുപോയി വഴിയില്ലാത്ത സ്ഥിതിയിലായത്.
മൺവഴി ഒലിച്ചു പോവുകയും കല്ലുകൾ വന്നടിഞ്ഞ് വലിയ തോടായി മാറുകയും ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. ഇതോടെ യാത്രയ്ക്ക് ഈ വഴി ഉപയോഗിച്ചിരുന്ന കുടുംബങ്ങൾ യാത്രാക്ലേശം അനുഭവിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ വഴി കൂടെ നടക്കാൻ ഒരു നിർവാഹമില്ല. 2 പ്രായമായ അപ്പനും അമ്മയുണ്ട്. അവരെ ആശുപത്രി കൊണ്ടുപോകാൻ പോലും നിർവാഹമില്ല. കസേരയിൽ എടുത്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വഴി തോടിന് സമാനമായതോടെ ഇതിനരികിലിരിക്കുന്ന വീടുകളും അപകട ഭീഷണി നേരിടുന്നുണ്ട്. ഈ റോഡ് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി തുക അനുവദിക്കണമെന്നും കോൺക്രീറ്റ് ചെയ്യാമെന്നുമൊക്കെ അറിയിച്ചിരുന്നെങ്കിലും മണ്ണിട്ട് നിർമ്മാണം നടത്തിയതല്ലാതെ മറ്റു നടപടികൾ ഉണ്ടായില്ലെന്നും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഇതാണ് കാരണമെന്നും കുടുംബങ്ങൾ ആരോപിക്കുന്നു. ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന വഴിയാണ്. 3 വീതി ഉണ്ടാകുന്ന വഴിക്ക് പഞ്ചായത്ത് വഴി ഏറ്റെടുത്തപ്പോൾ മണ്ണിട്ട് ഫില്ല് ചെയ്താൽ കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഞങ്ങൾ ചോദിച്ചു. പഞ്ചായത്ത് കോൺക്രീറ്റും ചെയ്തിട്ടില്ല. 3 അടി വീതിയുണ്ടായിരുന്ന പാത തകർന്ന കല്ലുകൾ നിറഞ്ഞ തോടിന് സമാനമായി മാറിയതോടെ കുട്ടികൾ സ്കൂളിൽ പോകുവാനും പ്രായമായവർ യാത്ര ചെയ്യാനും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വഴി നടക്കാനോ ഞങ്ങളുടെ പിള്ളേരെ ഒന്ന് സ്കൂളിൽ വിടാനോ ഉള്ള ഒരു നിർവാഹവും ഇല്ല. ഞങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിവിടെ കഴിഞ്ഞു പോണത്. രാത്രിയത്തെ മഴയാണെങ്കിലും വരുമ്പോൾ ഞങ്ങൾക്ക് പേടിച്ചാൽ ഞങ്ങൾ കിടക്കണൊക്കെ. രാത്രികാലങ്ങളിൽ തോട്ടിലൂടെ കല്ലുകൾ ഉരുണ്ടുവരുന്ന സാഹചര്യം കുടുംബങ്ങളെ ഭയപ്പെടുന്നുണ്ട്. പഞ്ചായത്ത് ഉറപ്പു നൽകിയ പോലെ വഴി കോൺക്രീറ്റ് ചെയ്ത് തങ്ങളുടെ യാത്രാക്ലേശം ഒഴിവാക്കി നൽകണമെന്നാണ് ഈ വഴിയെ ആശ്രയിക്കുന്ന കുടുംബങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. കാലവർഷം ശക്തമായതോടെ മഴയ്ക്കൊപ്പം ഹൈറേഞ്ചിൽ കനത്ത മൂടൽ മഞ്ഞും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗത്തുകൂടി അതീവ ജാഗ്രതയോടെ വാഹനം ഓടിക്കണമെന്നും അപകടങ്ങൾ ഒഴിവാക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. ദേശീയപാതയിലെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗത്താണ് എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ പോലും കഴിയാത്ത വിധം മഞ്ഞു മൂടുന്നത്. കോടമഞ്ഞ് എന്നും മലയോരത്തിന്റെ മാറ്റുകൂട്ടുന്നതാണെങ്കിലും മഴ കനത്തതോടെ അനുഭവപ്പെടുന്ന കനത്ത മൂടൽമഞ്ഞ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട റോഡാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത. കൊടും വളവുകളും കുത്തിറക്കവും നിറഞ്ഞ റോഡിൽ മഞ്ഞു മൂടുന്നതോടെ എതിരെ വരുന്ന വാഹനങ്ങൾ തൊട്ടടുത്ത് എത്തിയാൽ പോലും കാണാൻ കഴിയില്ല. ഇതോടൊപ്പം അമിതമായ വേഗതയും വലിയ അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇതുവഴിയുള്ള യാത്ര അതീവ ജാഗ്രതയോടെ വേണമെന്ന നിർദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. പുലർച്ചെയും രാത്രികാലത്തുമാണ് ഏറ്റവും കൂടുതൽ മൂടൽ മഞ്ഞ്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതും. ഈ അപകടങ്ങളാകട്ടെ പുറം ലോകമറിയുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞാകും. ഇത് പലരുടെയും ജീവൻ നഷ്ടമാകാൻ വരെ കാരണമായിട്ടുണ്ട്. ഈ മഞ്ഞും കുളിരും ആസ്വദിക്കുവാനെത്തുമ്പോൾ അതൊരു അപകടത്തിലേക്കാകരുത്. സുരക്ഷിതമായി തിരിച്ചു പോകണം. അതിനുള്ള കരുതലോടെ ആയിരിക്കണം ഇടുക്കിയുടെ മല കയറാൻ. സിറ്റി വിഷൻ, പൂപ്പാറ. ഇനി ചെറിയൊരു ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.
62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. മുതുവാൻകുടിയിൽ പ്രവർത്തിക്കുന്ന വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേട് നടക്കുന്നുവെന്ന ആരോപണവുമായി പഞ്ചായത്തിലെ UDF അംഗങ്ങൾ രംഗത്ത്. സംഭവവുമായി ബന്ധപ്പെട്ട വകുപ്പ് തലത്തിലും വിജിലൻസ് അന്വേഷണവും നടത്തണമെന്ന് UDF അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച് കേന്ദ്രത്തിലെത്തിച്ച പ്ലാസ്റ്റിക് സാധനങ്ങളടക്കം മോഷണം പോയി എന്നുൾപ്പെടെ വിവിധ ആരോപണങ്ങളാണ് UDF പഞ്ചായത്ത് അംഗങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. മുതുവാൻകുടിയിൽ പ്രവർത്തിക്കുന്ന വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിവിധ ആരോപണങ്ങളാണ് പഞ്ചായത്തിലെ UDF അംഗങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വ്യാപക ക്രമക്കേട് നടക്കുന്നുവെന്നാണ് UDF അംഗങ്ങളുടെ പ്രധാന ആക്ഷേപം. ലെഗസി വേസ്റ്റ് കയറ്റിവിട്ടതിലും ക്ലീൻ ചെയ്ത പ്ലാസ്റ്റിക് വിറ്റതിലും ക്രമക്കേട് നടന്നിട്ടുള്ളതായി UDF പഞ്ചായത്ത് അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച് കേന്ദ്രത്തിലെത്തിച്ച പ്ലാസ്റ്റിക് സാധനങ്ങളടക്കം മോഷണം പോയി എന്ന ആക്ഷേപവും UDF അംഗങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. കേന്ദ്രത്തിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറ സംബന്ധിച്ചും ആക്ഷേപമുണ്ട്. ഏറ്റവും മോശമായ ലെഗസി വേസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് വളരെ മോശമായ മറ്റുപയോഗത്തിനൊന്നും കൊള്ളാത്ത ലെഗസി വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ ആ കൊണ്ടുപോകുന്ന ഏജൻസിക്ക് 8 രൂപ 90 പൈസ പഞ്ചായത്ത് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ പലപ്പോഴും ഇവിടെ നിന്ന് ക്ലീൻ ചെയ്ത് കയറ്റിക്കൊണ്ടു പോകുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പഞ്ചായത്തിലേക്ക് വില ലഭിക്കേണ്ടതിന് പകരം പഞ്ചായത്ത് അങ്ങോട്ട് ഈ ഉൽപ്പന്നങ്ങൾക്ക് പണം കൊടുത്ത് കടത്തിക്കൊണ്ടു പോകുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു ജീവനക്കാരനെ നിയമിച്ചതിലും UDF അംഗങ്ങൾ ആക്ഷേപമുന്നയിക്കുന്നു. പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം വിഷയത്തിൽ അന്വേഷണം നടത്താൻ നിയോഗിക്കപ്പെട്ട ഉപസമിതിക്ക് ക്രമക്കേട് സംബന്ധിച്ച ബോധ്യം വന്നിട്ടും ഭരണകക്ഷിയിലെ പ്രധാന പാർട്ടിയുടെ ഇടപെടൽ മൂലം തുടർ നടപടികളിൽ നിന്ന് പിന്നോക്കം പോകുകയാണെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. വിഷയം പഞ്ചായത്ത് ഏതാനും തൊഴിലാളികളുടെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. സംഭവത്തിൽ പോലീസ് പരാതി നൽകിയിട്ടും ഊർജിതമായ അന്വേഷണം നടക്കുന്നില്ല. സംഭവവുമായി ബന്ധപ്പെട്ട വകുപ്പ് തലത്തിലും വിജിലൻസ് അന്വേഷണവും നടത്തണമെന്നും UDF അംഗങ്ങളായ AN സജികുമാർ, റോയി പാലയ്ക്കൽ, അനിത സിദ്ധാർത്ഥൻ, അനില സനിൽ, മിനി ഷിബി, ജാസ്മി അമാൻ എന്നിവർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, അടിമാലി. മത്സരബുദ്ധിയോടെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന തോൽവികൾ അസ്ഥിരമാണെന്നും അതിനെ പൊരുതി തോൽപ്പിക്കുമ്പോഴാണ് ജീവിത വിജയം ഉണ്ടാകുന്നതെന്നും ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് IAS. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനമായ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ കാലഘട്ടം ജീവിതത്തിൽ ഏറ്റവും ആസ്വാദികരമായ സമയമാണ്. അതിനെ ആസ്വദിക്കുന്നതിനൊപ്പം ജീവിതത്തിലേക്കുള്ള വഴിത്തിരിവായി മാറ്റുവാൻ സാധിക്കുന്നിടത്താണ് ഒരു വിദ്യാർത്ഥി വിജയിക്കുന്നതെന്നും സബ് കളക്ടർ കൂട്ടിച്ചേർത്തു. Okay, now I have like it's been 10 years since I came my school, but I still keep thinking about my school. So that is why, learn every day, have fun, and also think about your future. So again, congratulations to the entire government higher secondary school Kallar. സംസ്ഥാനത്ത് ആദ്യമായാണ് +1 പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും വർണ്ണാഭമായ ചടങ്ങിൽ വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. ഇത്തവണ 200 വിദ്യാർത്ഥികൾക്കാണ് സ്കൂളിൽ +1 അഡ്മിഷൻ ലഭിച്ചത്. വിദ്യാർത്ഥികളെ പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് ആനയിച്ച് രക്ഷിതാക്കളും എത്തിയിരുന്നു. സ്കൂളിന്റെ വിദ്യാഭ്യാസ നിലവാരം കണക്കിലെടുത്ത് ഉടുമ്പൻചോല താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് താലൂക്കുകളിൽ നിന്നും അഡ്മിഷൻ എടുത്ത് ഇത്തവണ സ്കൂളിൽ ചേരുവാനായി എത്തിയത് നിരവധി വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിലും SSLC പരീക്ഷയിലും USS സ്കോളർഷിപ്പിലും ജില്ലയിലെ തന്നെ വിജയശതമാനത്തിൽ 1ാം സ്ഥാനത്തായിരുന്നു ഈ വിദ്യാലയം. ഇതിനാൽ തന്നെ ഓരോ വർഷം കഴിയുന്തോറും സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. PTA വൈസ് പ്രസിഡന്റ് ജോമോൻ താന്നിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. SMC ചെയർമാൻ വിജയൻ പിള്ള, പ്രിൻസിപ്പൽ ഇൻചാർജ് KV ഹെല്ലോങ്,
ഹെഡ്മാസ്റ്റർ ജോൺ മാത്യു, രക്ഷകർതൃ സമിതി ഭാരവാഹികളായ KA സിറാജ്, റസാഖ് മൗലവി, മഞ്ജു രമേശ്, സുമമോൾ, ചാക്കോ, അജീഷ് കല്ലാർ, ഇസ്മയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഹൈറേഞ്ചിന്റെ കാർഷിക വിദ്യാലയം എന്നറിയപ്പെടുന്ന രാജാക്കാട് പഴയവടുതി ഗവൺമെന്റ് UP സ്കൂളിൽ ഇത്തവണയും അധ്യയന വർഷം ആരംഭിച്ചതോടെ വിദ്യാർത്ഥികളുടെ കാർഷിക പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. വിളയട്ടെ 100 മേനി എന്ന മുദ്രാവാക്യമുയർത്തി ഓണത്തിന് വിളവെടുക്കാൻ മഴമറയ്ക്കുള്ളിൽ ജൈവ പച്ചക്കറി കൃഷിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാളും പച്ചക്കറി ഉണ്ടാകാനായിട്ട് തൈകൾ നട്ടിട്ടുണ്ട്. വഴുതന, തക്കാളി എല്ലാം ഉണ്ട്. കാർഷിക കേരളത്തിന് അഭിമാനമാണ് സംസ്ഥാനത്തെ തന്നെ മികച്ച സർക്കാർ സ്കൂളുകളിൽ ഒന്നായ രാജാക്കാട് പഴയവിടുതി ഗവൺമെന്റ് UP സ്കൂൾ. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ വിവിധ പദ്ധതികളാണ് സ്കൂളിൽ നടപ്പിലാക്കി വരുന്നത്. ഒപ്പം ഓരോ കുട്ടിയെയും നല്ല കർഷകരാക്കി മാറ്റുക കൂടിയാണ് ഈ ഹരിത വിദ്യാലയം. കൃഷി വായിച്ചറിയേണ്ടതല്ല, മറിച്ചത് അനുഭവ പാഠത്തിലൂടെ പഠിക്കേണ്ടതാണ്. കൃഷിയുടെ പ്രാധാന്യവും ജൈവ കൃഷിരീതിയും കുട്ടികൾ പഠിക്കുന്നത് കൃഷി ചെയ്ത് തന്നെ. അതുകൊണ്ട് തന്നെ പഴയവിടുതി സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും മികച്ച കുട്ടി കർഷകർ കൂടിയാണ്. സ്കൂളിൽ കൃഷി ആരംഭിക്കുന്നത് മുതൽ കുട്ടികൾ വീടുകളിലും കൃഷി തുടങ്ങും. അതിന്റെ തുടക്കമാണ് ഈ അധ്യയന വർഷ ആരംഭത്തിൽ സ്കൂളിലെ മഴമറയ്ക്കുള്ളിൽ തുടങ്ങിയിരിക്കുന്നത്. പഠന പ്രവർത്തനങ്ങളോടൊപ്പം കാർഷിക പ്രവർത്തനങ്ങൾക്കും പഴയവിടുതി ഗവൺമെന്റ് UP സ്കൂൾ തുടക്കമിട്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഹരിത വിദ്യാലയമായും കാർഷിക വിദ്യാലയമായും അവാർഡുകൾ നേടിയിട്ടുള്ള സ്കൂളാണിത്. ഈ വർഷം ഞങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറിക്ക് പുറമെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഓണക്കാലത്തെ ലക്ഷ്യം വെച്ചുള്ള പച്ചക്കറി കൃഷിയാണ് ആരംഭിച്ചിരിക്കുന്നത്. തികച്ചും ജൈവ രീതിയിൽ കുട്ടികൾ തന്നെ പരിപാലിച്ചുണ്ടാക്കുന്ന പച്ചക്കറികൾ കൊണ്ടാണ് എല്ലാ വർഷവും ഉച്ചഭക്ഷണത്തിനുള്ള കറികളായി വിളമ്പുന്നത്. ഉച്ചഭക്ഷണത്തിനെടുത്തതിനു ശേഷം ബാക്കിയുള്ളവ കുട്ടികൾക്ക് വീടുകളിലേക്കും കൊടുത്തയക്കും. ഇതിനുശേഷവുമുള്ളവ കുട്ടികൾ തന്നെ സ്കൂളിൽ നടത്തുന്ന ആഴ്ചച്ചന്തയിൽ വിൽപ്പന നടത്തും. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തും. അങ്ങനെ എല്ലാ തരത്തിലും ഒരു മാതൃകയാണ് കുടിയേറ്റ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ വിദ്യാലയം. പ്രധാന അധ്യാപകൻ ആസാദ്, അധ്യാപകനായ ജോഷി തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരും PTA ഭാരവാഹികളുമാണ് കുട്ടി കർഷകരുടെ കൃഷിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. മയിലാടുംപാറയിൽ എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന വൻമരം അപകട ഭീഷണി ഉയർത്തുന്നു. ദിനംപ്രതി 100 കണക്കിന് വിനോദസഞ്ചാരികളടക്കം കടന്നുപോകുന്ന മയിലാടുംപാറ രാജാക്കാട് പാതയിലാണ് അപകട ഭീഷണി ഉയർത്തി മരം നിൽക്കുന്നത്. മരത്തിന്റെ ചുവട്ടിലെ മണ്ണ് ഇടിഞ്ഞു വീണ വേരുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിലാണ്. ഇതാണ് മരത്തിന്റെ അവസ്ഥ. എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാം. തൊട്ടടുത്തായി നിരവധി വീടുകളും 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയുമാണ്. വലിയ ഭീതിയിലാണ് ജനങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ICRIയുടെ ഉടമസ്ഥതയിലുള്ള മരമാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. അടിയന്തരമായി മരം മുറിച്ചു മാറ്റി അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇതേ സമയം ഇതിന് തൊട്ടടുത്തായി കഴിഞ്ഞ മഴയത്ത് നിലംപതിച്ച കൂറ്റൻ മരം മുറിച്ചു മാറ്റിയെങ്കിലും ഇതിന്റെ ഭാഗങ്ങൾ റോഡിൽ നിന്നും നീക്കം ചെയ്യുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവൻ വണ്ണപ്പുറത്ത് ഉദ്ഘാടനത്തിന് സജ്ജമായി. സംസ്ഥാന സർക്കാർ നബാർഡിന്റെ ധനസഹായത്തോടെ സാക്ഷാത്കരിച്ച പദ്ധതി വിത്തിൽ നിന്ന് വിപണിയിലേക്ക് ഒരു കുടക്കീഴിൽ എല്ലാ സേവനങ്ങളും എന്ന ആശയമാണ് കർഷക സമൂഹത്തിനായി പ്രാവർത്തികമാക്കുന്നത്.
ആധുനിക സൗകര്യങ്ങളെല്ലാമുള്ള സ്മാർട്ട് കൃഷിഭവൻ കാർഷിക സേവനങ്ങൾക്കായി സമഗ്രമായി രൂപകൽപ്പന ചെയ്തതാണ്. 50-ലധികം കർഷകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ട്രെയിനിംഗ് ഹാൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യാനായി ഒരുക്കിയ ഇക്കോ ഷോപ്പ്, കാർഷിക വിളകളെ ബാധിക്കുന്ന രോഗങ്ങൾ തിരിച്ചറിയാനും പ്രതിരോധ നടപടികൾ ലഭ്യമാക്കാനും സജ്ജമാക്കിയ പ്ലാന്റ്, ഹെൽത്ത് ക്ലിനിക്, ജൈവ നിയന്ത്രണോപാധികൾ വിതരണം ചെയ്യുന്ന ബയോ ഫാർമസി, കർഷകർക്ക് അപേക്ഷകൾ നൽകാനും വിവിധ രജിസ്ട്രേഷൻ നടപടികൾ സുഗമമായി നടത്താനുമായി സജ്ജമാക്കിയ ഫ്രണ്ട് ഓഫീസ് എന്നിവയാണ് കൃഷിഭവനിലെ പ്രധാന സൗകര്യങ്ങൾ. ജൂലൈ 3-ാം തീയതിയാണ് ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൃഷി വകുപ്പ് മന്ത്രിയാണ്. വണ്ണപ്പുറം പഞ്ചായത്തിലെ ഏതാണ്ട് 3/4% ആളുകൾ ഉപജീവനത്തിനായി കൃഷിയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്മാർട്ട് വില്ലേജ് അനുവദിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ട് അതിൻ്റെ വർക്കെല്ലാം പൂർത്തീകരിച്ച് വണ്ണപ്പുറത്തെ കർഷകരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം കണക്കിലെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഉദ്ഘാടനത്തിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുവെന്നും കൃഷിഭവൻ അധികൃതർ അറിയിച്ചു. സിറ്റി വിഷൻ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് വായനാ ദിനം. ദിശാബോധവും അറിവുമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കാൻ സർക്കാർ ഒപ്പമുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേർനാകുന്നേൽ. ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച വീട് വാങ്ങി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടത്താൻ പഞ്ചായത്ത് കമ്മിറ്റി. നടപടി അന്വേഷണം ഊർജിതമാക്കിയതിന് പിന്നാലെ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ പനംകുട്ടിയിൽ ചിന്നാർ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ സമീപത്തുള്ള കുടുംബങ്ങളുടെ ഭൂമി കൂടി വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം. കാലവർഷം ശക്തമായതോടെ മഴയ്ക്കൊപ്പം ഹൈറേഞ്ചിൽ കനത്ത മൂടൽ മഞ്ഞും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ പോലും കഴിയില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്.
നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.